ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരേ നമഃ. ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം നമ്മളെല്ലാവരിലും വർഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ശ്ലോകം 39. തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം തമീഡേ സംവർത്തം ജനനി മഹദീം ത്വാം ച സമയാം യദാ ലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്രായാ ദൃഷ്ടേ ശിശിരമുപചാരം രചയതി. പദച്ഛേദം ചെയ്യാം. തവ സ്വാധിഷ്ഠാനേ ഹുതവഹം അധിഷ്ഠായ നിരതം തമീഡേ സംവർത്തം ജനനി മഹതി താം ച സമായാം യദാലോകേ ആലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്ര യാ ദൃഷ്ടി ശിശിരം ഉപചാരം രചയതി. പദാർത്ഥം. ഹേ ജനനി, അല്ലയോ ലോകമാതാവേ, ജനനി പറഞ്ഞ അമ്മ, ലോകമാതാവേ, തവ അങ്ങയുടെ നെന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഹുതവഹം അഗ്നിതത്വത്തെ സംവർത്തം പ്രളയാഗ്നിയായിട്ട് അധിഷ്ഠായ ആരോപിച്ചിട്ട് നിരതം അനവരതമാകും വണ്ണം തം ആ അഗ്നിതത്വത്തിൻ്റെ അധിഷ്ഠാതാവായ കാലാഗ്നിരുദ്രനെ ഈടെ ഞാൻ സ്തുതിക്കുന്നു. ഭഗവാൻ സ്തുതിക്കുന്നതന്നെ എവിടെയും പറയുന്നത്. താം അപ്രകാരമുള്ള മഹതിയും മാഹാത്മ്യമേറിയ സമയം എന്ന പേരോടു കൂടിയ ചന്ദ്രകലാശക്തിയെയും ഈടെ ഞാൻ സ്തുതിക്കുന്നു. മഹതി മഹത്തായ ക്രോധകലിതേ, ക്രോധത്തോട് കലർന്നതായ യഥാലോകെ യാതൊരു രുദ്രശക്തികളുടെ ഈക്ഷണം എന്ന് പറഞ്ഞ നോട്ടം, ലോകങ്ങളെ ദഹതി സതി ദഹിപ്പിക്കും സമയത്തിങ്കൽ ദയാർദ്ര കരുണാർദ്രയായ യാതൊരു ദൃഷ്ടി കടാക്ഷം ശിശിരം കുളിർമയോടുകൂടിയതായ ഉപചാരം സമാശ്വാസത്തെ രചയതി ഉണ്ടാക്കുന്നുവോ സാ ആ ദൃഷ്ടി ത്വദീയ നിന്തിരുവടിയെ സംബന്ധിച്ചതാകുന്നു. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഇതുകൂടി ധരിക്കുന്നവരുണ്ട്. സ്വാധിഷ്ഠാന ചക്രം അഗ്നി ഉത്പത്തി സ്ഥാനമാകുന്നു. അഗ്നിസ്ഥാനമാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഉത്പാദിച്ച അഗ്നിയെ സംവർത്താഗ്നിത്വേന ആരോപിച്ചിട്ട് അവിടെ തന്നെ ആ സംവർത്താഗ്നിയുടെ ജ്വാലാകാരയായിട്ട് ശക്തി അവസ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിക്കണം. ദേവി അവിടെ അവസ്ഥിതി ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കണം. അനന്തരം അതിനുശേഷം ആ അഗ്നിയുടെയും ശക്തിയുടെയും ദേവിയുടെയും വീക്ഷണത്താൽ ലോകങ്ങൾ ദഹിക്കുന്നു. പ്രളയകാലത്തെ കാര്യമാണ് പറയുന്നത്. ദഹിക്കുന്നതായ ലോകങ്ങളെ വീണ്ടും പ്രസന്നയായ ഭഗവതിയുടെ മണിപൂര ചക്രത്തിൽ, അപ്പോൾ ഈ സ്വാധിഷ്ഠാനത്തിൻ്റെ മുകളിലും മണിപൂര ചക്രത്തിൽ ഉത്ഭവിച്ച കൃപാപൂരിത കടാക്ഷം ശിശിരോപചാരം ചെയ്ത് ഉജ്ജീവിപ്പിക്കുന്നു എന്ന് സ്തുതിക്കുന്നു. ഇതെല്ലാം ദഹിച്ചു പോയാൽ, പ്രളയാഗ്നിയിൽ ദഹിച്ചു പോയാൽ ഇതിൻ്റെ താല്പര്യം എന്താണ്? കാലാഗ്നി രുദ്രനാൽ ദഹിപ്പിക്കപ്പെട്ട ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൻ്റെ പുനരുജ്ജീവൻ ഔഷധി നിന്തിരുവടിയുടെ കടാക്ഷമാകുന്നു എന്നാണ് സ്തുതിക്കുന്നത്. അപ്പോൾ ഇത് പ്രളയാഗ്നിയിൽ രുദ്രൻ എല്ലാം ദഹിപ്പിച്ച് കഴിഞ്ഞാലും
അമ്മയുടെ കടാക്ഷം കിട്ടുമ്പോൾ വീണ്ടും എല്ലാം പുനർജീവിച്ച് വരുന്നു എന്ന്. സാരം പറയാം. അല്ലയോ ലോകമാതാവേ, നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിലിരിക്കുന്ന അഗ്നിതത്വത്തെ പ്രളയകാലാഗ്നി ആയിട്ട് കൽപ്പിച്ചിട്ട് ആ കാലാഗ്നിയുടെ അധിഷ്ഠാതാവായ കാലാഗ്നിരുദ്രനെയും അപ്രകാരം തന്നെ മാഹാത്മ്യത്തോടു കൂടിയവളും ജ്വാലാരൂപിണിയും സമയ എന്ന സംജ്ഞയോട് കൂടിയവളുമായ ചന്ദ്രകലാശക്തിയെയും ഞാൻ ധ്യാനിക്കുന്നു. അതിമഹത്തും ക്രോധവിഷ്ടവുമായിരിക്കുന്ന യാതൊരു രുദ്രശക്തികളുടെ വീക്ഷണം ലോകങ്ങളെ ദഹിപ്പിക്കുമ്പോൾ കരുണാർദ്രമായ യാതൊരു കടാക്ഷം ലോകങ്ങൾക്ക് ശീതോപചാരത്തെ ചെയ്യുന്നുവോ ആ കടാക്ഷം അങ്ങയുടേതാണ്, നിന്തിരുവടിയുടേതാകുന്നു. അതായത് ഭഗവാന്റെ ആ രുദ്രൻ്റെ ആ ക്രോധാവിഷ്ടവുമായ ആ രൂപത്തിൽ നിന്ന് രുദ്രശക്തിയുടെ വീക്ഷണം കൊണ്ട് ലോകം ദഹിക്കുമ്പോൾ, ആ ലോകത്തെ ദഹിപ്പിക്കുമ്പോൾ, അതായത് പ്രളയകാലത്തിൽ പ്രളയാഗ്നിയിൽ ദഹിക്കുമ്പോൾ കരുണാർദ്രമായ യാതൊരു കടാക്ഷം അങ്ങയുടെ കടാക്ഷം കൊണ്ട് വീണ്ടും ആ ശീതോപചാരത്തെ, ശീതം പറഞ്ഞാൽ തണുപ്പ്, ആ അഗ്നിക്ക് ഉള്ള ആ താപങ്ങളെല്ലാം നീങ്ങിയിട്ട് സമാധാനപരമായി ചെയ്യുന്നു ഭഗവതി. ആ കടാക്ഷം അങ്ങയുടേത് തന്നെ. ആ കടാക്ഷം നമ്മളിലും വന്നു ചേരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയോ ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാച മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.